നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതൊരു റൊമാൻറ്റിക് തേഴ്സ്ഡേ. കേരളത്തിൻ്റെ സ്വന്തം FM ക്ലബ് FMൽ ലവ് ബൈറ്റ്സിൻ്റെ സമയം. റെയിനുണ്ട് കൂടെ. ലവ് ഇസ് ബട്ട് ദി ഡിസ്കവറി ഓഫ് അവർ സെൽവ്സ് ഇൻ അതേഴ്സ് ആൻഡ് ദി ഡിലൈറ്റ് ഇൻ ദാറ്റ് റെക്കഗ്നിഷൻ. ഇഷ്ടപ്പെടുന്നയാളിൽ നമ്മളെ കണ്ടെത്താൻ കഴിയുക, അയാൾ നമ്മളെ പൂർണ്ണമായും മനസ്സിലാക്കുക. ഏതൊരു പ്രണയിനിയും ആഗ്രഹിക്കുന്നതേ ഇതൊക്കെ തന്നെയാ. എന്നെ അയാൾ മനസ്സിലാക്കണം. ഞാൻ എന്ന രീതിയിൽ പൂർണ്ണമായും ഈ മനസ്സിലാക്കലില്ല യഥാർത്ഥ പ്രണയം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വിശ്വാസം കൂടിയാ. ഒരുമിച്ചുള്ള ഒരു പ്രണയയാത്രയുടെ അടിത്തറയും ഇതേ വിശ്വാസമാണ്. പ്രണയം നിറഞ്ഞ ക്ലബ് FMന്റെ സ്റ്റുഡിയോയിൽ ലവ് ബൈറ്റ്സിന്റെ യാത്ര തുടങ്ങുകയായി. കൂടെ ആയിരിക്കുക വിത്ത് മീ റീനു ടിൽ 12 o'clock. കാരണം ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. അവൻ 10 വർഷമായിട്ട് എൻ്റെ ഫ്രണ്ടാ. അവൻ എനിക്ക് വിശ്വാസമാണ്. അവൾ 7 മാസമായിട്ട് എൻ്റെ ലവറാ. അവളെ എനിക്ക് വിശ്വാസമാണ്. ഇപ്പൊ പക്ഷെ എന്ത് ചെയ്യും? ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. പ്രശ്നം എന്താണെന്നറിയോ? ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് ഗോസിപ്പ് പറയാ. അവൻ പറയുന്നത് അവള് ശരിയല്ല, അവളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇവൻ വിടുന്നെന്നാ. ഈ ചോദ്യം കഴിഞ്ഞ ആഴ്ച നിവിൻ പോളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിവിൻ പറഞ്ഞ ഉത്തരം പിന്നെ പറയാം. എന്നാലും ഒന്ന് ആലോചിച്ചേ, ഇതെന്തൊരു സിറ്റുവേഷനാ. 2 പേരെയും വിശ്വാസമാ, 2 പേരെ ഇഷ്ടമാ, 2 പേരെയും നഷ്ടപ്പെടാനും പറ്റത്തില്ല. എന്താ ചെയ്യാ? ഈ ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ. ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്തിട്ടേ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഒന്ന് പോവോ. എന്നിട്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് പോസ്റ്റ് ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട് ലവറിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് കുറ്റം പറയാ. നിങ്ങൾ ആരെയാ വിശ്വസിക്കുക? ഫ്രണ്ടിനെയോ ലവറിനെയോ? ഉത്തരം പോസ്റ്റ് ചെയ്യുക. ആൻഡ് കീപ് ലിസണിങ് ടു ലവ് ബൈറ്റ്സ് വിത്ത് റീനു ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. സിറ്റുവേഷൻ ഇച്ചിരി കൺഫ്യൂസിങ്ങാ. ആലോചിക്കാതെ ഉത്തരം പറയാൻ പറ്റത്തേയില്ല. ഫ്രണ്ട് പറയുന്നു ഗേൾ ഫ്രണ്ട് ശരിയല്ല, അവള് പറയുന്നെല്ലാം പച്ചക്കള്ളവാ. എനിക്കാണെങ്കിൽ 2 പേരെയും വിശ്വാസമാണ്, 2 പേരെയും നഷ്ടപ്പെടാൻ പറ്റത്തില്ല. ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ റീന ചോദിക്കുന്നു, ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്താ ചെയ്യുക? അഞ്ജലി ആണെങ്കിൽ എന്താ ചെയ്യുക? ഞാൻ എൻ്റെ ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്ന ആളായിരിക്കുമല്ലോ എൻ്റെ ലവർ. അവനെക്കുറിച്ച് എൻ്റെ ഫ്രണ്ട് ഗോസിപ്പിന്റെ ഒരു അംശം പറയാൻ തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ ഫ്രണ്ടിന്റെ വാ ഞാൻ അടപ്പിക്കും. വിശ്വസിക്കുന്നത് ലവറിനെ ആയിരിക്കും. യെസ്, അത് നമ്മളെ ചങ്ക് പറിച്ചു കൊടുത്ത് സ്നേഹിക്കുന്ന ഒരുത്തനെ കുറിച്ച് പറയണ്ട, എനിക്ക് കേൾക്കണ്ട അവനെ പറ്റി. ആ ഫ്രണ്ടിന്റെ വാ ഞാൻ ആ നിമിഷം അടയ്ക്കും. നിങ്ങളുടെ ഒപ്പീനിയൻ എൻ്റെ അടുത്തൊന്ന് മെസ്സേജ് ചെയ്യൂ 56070 ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. എനിക്ക് വിശ്വാസം എൻ്റെ ഫ്രണ്ടിനെ തന്നെയാണ്. ഈ പെണ്ണിനേക്കാളും മുന്നേ അവനല്ലേ എൻ്റെ ലൈഫിലുണ്ടായിരുന്നേ. ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ ഇത് റീനുവിൻ്റെ അടുത്ത് പറഞ്ഞത് മിഖിൽ. എന്നാ പ്രിയ എന്താ പറഞ്ഞെന്നറിയോ? ഫ്രണ്ടിനെയാ കൂടുതൽ വിശ്വാസം എന്ന് പറയുന്ന ബോയ് ഫ്രണ്ടിനെ അപ്പം തന്നെ വിട്ടേക്കണമെന്ന്. പ്രിയ എൻ്റെ ഒരു ചെറിയ സപ്പോർട്ട് അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ജിനീഷ് പറഞ്ഞ് ഫ്രണ്ടിനെ വിശ്വസിക്കണം, എന്നാലും എല്ലായ്പ്പോഴും അവൻ പറയുന്നത് ശരിയാണെന്നില്ല. ചിലപ്പോൾ അസൂയ കൊണ്ടും അവനങ്ങനെ പറയുമെന്ന്. ജിനീഷ് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഫ്രണ്ടിൻ്റെ അടുത്ത്. അവൻ്റെ ഫ്രണ്ടിൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇവൻ കുറ്റമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ആ പെണ്ണിനെ വിട്ടു. ഇവനും ആ പെണ്ണിനെ കിട്ടിയില്ല. പക്ഷെ അവൻ പറയുന്നത് അങ്ങനെ ചെയ്തിട്ടുള്ളത് കൊണ്ട് അസൂയ എന്നൊരു ഫാക്ടർ അവിടെ ഉണ്ടോയെന്ന് കണ്ടുപിടിക്കണമെന്ന്. കൊള്ളാം. എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാലേ, ഇത്ര ഒരു സിറ്റുവേഷനിൽ തുറന്ന് ചോദിക്കില്ലേ നല്ലത്? ആണോ? 56070 ഒരു മെസ്സേജ് അയക്കോ. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ആ മെസ്സേജ് അയക്കാൻ ഒരു ഇൻസ്പിറേഷനും കൂടി തരാം. അരികെ എന്ന മൂവിയിലെ മനോഹരമായ ഒരു പ്രണയഗാനം.